വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. സംഭവം ബംഗ്ലാദേശിലെ രണ്ടാമത്തെ തുറമുഖമായിട്ടുള്ള മോംഗ്ല പോർട്ട്, ഇതിനടുത്തുള്ള പ്രത്യേക സാമ്പത്തിക മേഖല എക്കണോമിക് സോൺ വികസിപ്പിക്കാനുള്ള പദ്ധതി ആദ്യം ഇന്ത്യക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ബംഗ്ലാദേശ് അടുത്ത് ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യക്ക് ഇതൊരു തന്ത്രപരമായിട്ടുള്ള ഒരു തിരിച്ചടിയാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കും. മോംഗ്ല പോർട്ട് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിനും വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിനും അടുത്താണ്. ചൈന അവിടെ വ്യവസായ മേഖലയും ലോജിസ്റ്റിക് ശൃംഖലയും സൃഷ്ടിക്കും. നിലവിൽ ഇന്ത്യക്ക് ഒരു ഏക ആശ്വാസം എന്ന് പറയുന്നത് നാവികസേനാ ബേസ് ചൈന അവിടെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഭാവിയിൽ ഈസി ആയിട്ട് നാവികസേനാ ബേസ് അതാക്കി കൂടായികയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. അപ്പൊ ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് അഥവാ പവിഴമലയോ അങ്ങനെ പറയാം, ആ തന്ത്രത്തിന് ശക്തി കൂടുമെന്നുള്ളതാണ്. പാകിസ്ഥാനിലും ശ്രീലങ്കയിലും മ്യാൻമറിലും തുടങ്ങിയ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ വലിയ നിക്ഷേപം ഓൾറെഡി ചൈന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്വാധീനം വർദ്ധിക്കുന്നത് ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള ചൈനയുടെ സ്വാധീനം കൂട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യ ഇതിനെതിരെ എന്താണ് പ്രധാനമായും ചെയ്യുന്നത്? ഇന്ത്യ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലേ? ഇന്ത്യ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്കറിയേണ്ട കാര്യം. ഇത് ബംഗാൾ ഉൾക്കടലിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്ന എല്ലാ നീക്കങ്ങളും. ഇപ്പൊ ഈ കരാറ്, മംഗള പോർട്ട് മണ്ഡലം കരാറ് യുനെസിന്റെ കാലത്ത് റദ്ദ് ചെയ്തതാണ്. ആ യുനെസ് റദ്ദ് ചെയ്തതാണ്, നമ്മളല്ല. ആ യുനെസ് തന്നെ വേണ്ടെന്ന് വെച്ചതാണ്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ സർക്കാരൊക്കെ വന്നെങ്കിലും ഈ മതമൗലികവാദികളുടെ പ്രഷറിൽ നിന്ന് അത് മാറിയിട്ടില്ല ഇതുവരെ. അതായത് പണ്ട് ഷെയ്ഖ് ഹസീനയൊക്കെ ഭരിച്ചതുപോലെ സുഗമമായിട്ടൊരു ഭരണമല്ല. വലിയ പ്രഷറിൽ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി, മറ്റ് മതമൗലികവാദ സംഘടനകളും. പിന്നെ ഈ പ്രത്യേകിച്ച് ഈ ദരിദ്ര രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സ്വാഭാവികമായും കുറെ മതം കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഇവർ മതത്തിന്റെ പിന്നാലെ പോകും. പയറിനെ വിശപ്പറിയത്തില്ല. അതാണ് സ്വാഭാവികമായി ഇത്തരം രാജ്യങ്ങളിലെല്ലാം നടക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പൊ ബംഗ്ലാദേശ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയുമായി ഇപ്പോൾ അടുക്കാൻ കഴിയാത്ത ഒരുപാട് ഭരണാധികാരികൾക്ക് ഇത് അടുക്കണമെന്നുണ്ട്. കാരണം ഇന്ത്യ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല അവർക്ക് ഒരു കാര്യത്തിൽ. പക്ഷെ അത് ഇന്ത്യയുമായി അവർ അടുക്കാൻ നടത്തുന്ന ഏത് ശ്രമങ്ങളും അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ വലിയ തുരങ്കമാണ് അതിന് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പാകിസ്ഥാനാണ്, ചൈനയാണ്, അമേരിക്കയാണ്, അങ്ങനെ പല പല രാജ്യങ്ങൾ. കാരണം ഇതൊരു നിർണായക ഭാഗമാണ്. അതായത് ബംഗാൾ ഉൾക്കടൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിർണായക ഭാഗമാണ്. നമ്മൾ കോഡ് സഖ്യം രൂപീകരിച്ചിരുന്നു. ഇന്ത്യ അല്ല രൂപീകരിച്ചത്, ഇന്ത്യയും അതിന്റെ ഭാഗമായിരുന്നു. ആ കോഡ് സഖ്യം രൂപീകരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വയലന്റ് ആയ ഒരു രാജ്യമാണ് ചൈന. അവരിതിനെ ഭയങ്കര ആദ്യം കളിയാക്കി, അതിനുശേഷം ഇവർ നഖശികാന്തം എതിർക്കാൻ തുടങ്ങി ഈ സംഭവത്തെ. അതായത് കോഡ് സഖ്യം ഇവർക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. കാരണം ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയ സൈനിക നീക്കം തന്നെയാണ് ഈ കോഡ് സഖ്യം എന്ന് പറയുന്നത്. അതിനെതിരെയായിരുന്നു അവർ. ഈ അടുത്തും ഒരു കോഡ് സഖ്യത്തിന്റെ മീറ്റിംഗ് ദില്ലിയിൽ വെച്ച് നടക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ അതൊരു ചത്ത കണക്കാണ് ആ കോഡ് സഖ്യം മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ തന്നെ വാർത്ത ചെയ്തിരുന്നതാണ്, പാകിസ്ഥാൻ അവരുടെ ഒരു അന്തർവാഹിനി നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ അടുത്ത്, അതായത് അവരുടെ അതിർത്തിയിൽ കൊണ്ടുവന്ന് ഡോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതായിട്ട് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഇതാണ്. അത് കൂടാതെ തന്നെ അവർ ബംഗ്ലാദേശിന്റെ സമുദ്ര അതിർത്തിക്കുള്ളിൽ ഒരു അന്തർവാഹിനിയും കപ്പൽപ്പടയും കൊണ്ടുവരാനുള്ള നീക്കവും അവർ നടത്തുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ചൈനയിൽ നിന്ന് ബംഗ്ലാദേശും ഇപ്പോൾ അന്തർവാഹിനികളും വാർഷിപ്പുകളും ഒക്കെ വാങ്ങുന്നുണ്ട്. ഈ ഒരു അതായത് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പരാധീനതയും അരക്ഷിതാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ചൈന വലിയ രീതിയിൽ ഫണ്ടിങ് നടത്തുന്നുണ്ട് അവിടെ. ഇപ്പൊ തുടങ്ങിയതല്ല, ഫണ്ടിങ് വളരെ നേരത്തെ തന്നെ നടത്തുന്നതാണ്. ഈ ഫണ്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ നമുക്കെതിരെ തിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചൈന ഫണ്ട് ഇറക്കുന്നത്. ശ്രീലങ്ക ഫണ്ട് ഇറക്കിയത് നമ്മൾ കണ്ടു, ഈ ഹമ്പൻതൊട്ട തുറമുഖം. എന്നിട്ട് അവിടെ ജോലിക്ക് വന്ന എഞ്ചിനീയേഴ്സ് എല്ലാവരും തന്നെ സൈനികരായിരുന്നു. അതായത് ഇവർ പറഞ്ഞത് സൈനിക ആവശ്യത്തിനല്ലെന്ന് പറയുകയും ഈ ജോലിക്കാരുൾപ്പെടെയുള്ളവരെല്ലാം സൈനിക ഉദ്യോഗസ്ഥന്മാരും സൈനികരുമായിരുന്നു. 99 ഏക്കർ സ്ഥലമാണ് അവിടെ ഇപ്പോഴും ചൈനയുടെ കയ്യിൽ ഇരിക്കുന്നത്. ആ തുറമുഖത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. വിഴിഞ്ഞം വന്നതോടുകൂടി ഹമ്പൻതൊട്ട തുറമുഖത്തിന്റെ ആ ഭാഗത്തെ കാര്യം പിന്നെ അങ്ങോട്ടേക്ക് അടുക്കാത്ത ഒരു സാഹചര്യം വന്നു. പിന്നീട് അത് വന്നതിന് ശേഷം അവിടെ ഒരു വലിയ കലാപം ഉണ്ടായി. അതനുസരിച്ച് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നില്ല, വലിയ വമ്പൻ കലാപം വന്നു, കൊട്ടാരത്തിന് തീയിടും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു സംഭവം വന്നു. പിന്നെ ഇവര് ശ്രദ്ധ പതിപ്പിച്ച സ്ഥലം മാലിയായിരുന്നു, മാൽദ്വീപ്സ്. ഈ മാൽദ്വീപ്സിൽ ഇവര് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അപകടം മണത്തു മുർസു. കാരണം ചൈന രക്ഷിക്കാൻ വരില്ല. കാരണം ചൈനയുടെ തലയെ കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പാടെ തന്നെ ഒരു കൊച്ചു ദ്വീപ് സമൂഹമാണല്ലോ, അവിടെ അപ്പാടെ തന്നെ അവർ റാഞ്ചിക്കൊണ്ട് പോകും. അത് മാത്രമല്ല മറ്റു പ്രഷറുകളും ഇവര് താങ്ങേണ്ടതായി വരുന്നുണ്ട്. അവരും ബോധപൂർവം മാറി. പിന്നെ ഇവര് ലക്ഷ്യം വെച്ച സ്ഥലം നേപ്പാളാണ്. നേപ്പാളുമായിട്ട് ഇപ്പൊ അത്ര സുഖത്തിലല്ല. കാരണം നേപ്പാളിന്റെ കുറെ സ്ഥലം പൈസ തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പിടിച്ചെടുത്തായിരുന്നു.
അതിൽ നേപ്പാളികൾ ഉൾപ്പെടെ പ്രശ്നങ്ങളായി. അങ്ങനെ നേപ്പാളുമായിട്ട് ഇപ്പൊ അത്ര ഒരു നല്ല സുഖകരമായ ബന്ധമല്ല. പിന്നെയുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ടും ഇപ്പോൾ ഇവർ അത്ര നല്ല ബന്ധത്തിലല്ല. കാരണം ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ആ പണം തിരികെ നൽകണം എന്ന് അവരിപ്പോൾ പലവട്ടം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങൾ മുടക്കിയ പൈസ ഞങ്ങൾക്ക് തിരികെ തരണമെന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ പരീക്ഷണമാണ് ബംഗ്ലാദേശ്. ഈ മറ്റു രാജ്യങ്ങളെ പോലെ അല്ല ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയുമായി കരയും കടലുമായിട്ടുള്ള അതിർത്തി ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ശ്രീലങ്കയാണെങ്കിൽ കടലേ ഉള്ളൂ, കരയില്ല. നേപ്പാൾ ആണെങ്കിൽ കരയേ ഉള്ളൂ, കടലില്ല. അപ്പം ഇവിടെ അങ്ങനല്ല, രണ്ട് അതിർത്തികളും ഉള്ള ഒരു രാജ്യം. അവിടെ ഇന്ത്യയുടെ മർമ്മപ്രധാന സ്പോട്ടിലാണ് ഇപ്പൊ ഈ പറഞ്ഞ മംഗ്ലാ പോർട്ട് നിൽക്കുക എന്ന് പറയുന്നത്. നമ്മളുടെ വെസ്റ്റ് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ നിർണായകമായ ഒരു സ്ഥലത്തേക്ക് ചൈന കടന്നു വരുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ചൈന അങ്ങനെ ഈസി ആയിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഭയക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ചൈനയെ തടയിടാൻ മറ്റു ചില ടീമുകൾ കൂടി രംഗത്ത് വരുന്നുണ്ട്. അതിലൊന്ന് ഈ കോഡ് സഖ്യമാണ്. രണ്ട്, അമേരിക്കയ്ക്കും അത്ര സുഖകരമായ കാര്യമല്ല ചൈന അവിടെ വരുന്നത്. കാരണം എല്ലാവരും നോക്കുന്നത് എല്ലായിടത്തും ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് തുരങ്കം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി നിൽക്കുന്ന ഒരു സാധ്യതയാണ് അത് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അയൽ രാജ്യങ്ങളുമായി സ്നേഹത്തിൽ പോവുക. കാരണം നാം കെട്ടാലും നമ്മുടെ അയല് കെട്ടരുത് എന്നുള്ളൊരു പോളിസിയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബംഗ്ലാദേശിന്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ നമ്മൾ അരിയായാലും ഡീസലായാലും പെട്രോൾ ആയാലും ഒക്കെ കൊടുത്തുകൊണ്ട്, മരുന്ന് കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ അതിന് ഒരു മറുപടി നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ഒരു മറുപടി എന്ന് പറയുമ്പോഴത്തേനും ഇത് ബംഗ്ലാദേശിനും അറിയാം. ജപ്പാനെ കൊണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇന്ത്യ പ്രത്യക്ഷത്തിലില്ല. ഇന്ത്യ എന്ന് പറയാൻ കഴിയില്ല. ജപ്പാൻ അവിടെ അനവധി പദ്ധതികൾ കൊണ്ടുവരുന്നു. ജപ്പാൻ വലിയ രീതിയിൽ അവിടെ ഫൈനാൻസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ ഫണ്ടുകളും അത്തരത്തിലുണ്ടാകാം. ജപ്പാൻ എന്നല്ല, ഇനി ലോകത്ത് ഏത് രാജ്യം വന്നു കഴിഞ്ഞാലും ബംഗ്ലാദേശിന് ഓക്കെയാണ്. കാരണം അവിടെ പ്രത്യേകിച്ച് അവർക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ്. ഇവിടെ പാകിസ്ഥാൻ വലിയ രീതിയിൽ പിടിമുറുക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണ് ബംഗ്ലാദേശിന്റെ ഒരു അവസ്ഥ. പക്ഷെ ചൈന ഇതുവരെ കൈവച്ചിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളും നാശമായി പോയിട്ടേ ഉള്ളൂ, അല്ലാതെ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് പോയിട്ടേ ഉള്ളൂ. ശ്രീലങ്കയിൽ അവർ ഒന്ന് ഈ ഹമ്പൻതോട്ട തുറമുഖം വെച്ചതിന് ശേഷം അവിടെ കലാപവും കാര്യങ്ങളും ഉണ്ടായി. അത് മാത്രമല്ല, ഹമ്പൻതോട്ട തുറമുഖം, വിഴിഞ്ഞം തുറമുഖം വന്നപ്പോഴേക്ക് അതിന്റെ പ്രാധാന്യവും തീർന്നു. വലിയ ഷിപ്പുകളൊന്നും ഇപ്പോൾ അവിടെ വരുന്നില്ല. മിക്കവാറും ഷിപ്പുകൾ ഇപ്പം വിഴിഞ്ഞം ലക്ഷ്യമാക്കിയാണ് വരുന്നത്. രണ്ടാമത്തെ അവര് നേപ്പാളിൽ പോയി അടിയും ബരവാസുലോട്ട് അതവിടെ കിടക്കുന്നു. ഒരുപാട് പൈസ നേപ്പാളിൽ നിന്നും കിട്ടാനുണ്ട്. മാൽദീവ്സിൽ പോയി, അത് പിന്നെ വലിയ പൈസ ഒന്നും അവർ എടുക്കാഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു. ടൂറിസത്തിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ആളെ വിട്ട് തരാതൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അതൊന്നും നടപടിയുള്ള കേസല്ല. പിന്നുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ തന്നെ അറിയില്ല എവിടുന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ടെന്നും ആർക്കൊക്കെ ഇനി പൈസ തിരിച്ചു കൊടുക്കാനുണ്ടെന്നും. അങ്ങനെ നിൽക്കുന്ന രാജ്യം. അതാ ഞാൻ പറഞ്ഞത്, ചൈന എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ ആ രാജ്യം നശിക്കുന്നത് മാത്രമല്ല, ചൈനയ്ക്ക് ചൈനയുടെ ഫണ്ട് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈനയിൽ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ചൈന എന്ന് പറയുന്ന രാജ്യം മുൻപോട്ട് ജീവിക്കുന്നതിന്റെ ഒരു പ്രധാന അവരുടെ വരുമാന സ്രോതസ് റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. അതായത് ചൈനീസ് സർക്കാർ തന്നെ ചൈനീസ് ബാങ്കുകളെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളെയും വളർത്തിക്കൊണ്ടുവന്ന് ലോകത്തിനെമ്പാടും ഇവര് ഈ സ്ഥലങ്ങൾ വാങ്ങിയിടുക, അത് അവരുടേതായ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുക. കാരണം ഇവർ ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പോയിട്ട് ഇവർ തുറമുഖം ഏറ്റെടുക്കും. അവർ തുറമുഖം ഏറ്റെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഇത്ര കിലോമീറ്റർ പരിധിയിൽ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു പെർമിഷൻ കൂടിയാണ് അവർ വാങ്ങുന്നത്. അങ്ങനെയാണ് ഇവരുടെ എല്ലാം ഏറ്റെടുക്കൽ നടപടികളുടെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ്. കാരണം ഇനി കുറച്ചുകൂടെ അത് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. കാരണം ടൂറിസ്റ്റ് ജല പദ്ധതി, അതുപോലെ ഗംഗാനദി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതെല്ലാം സ്റ്റിൽ നിൽക്കുകയാണ്. ഇതിനിടയിൽ മറ്റവന്മാർ ഡെയിലി പറയുന്നുണ്ട് ഹസീനെ വിട്ടുകിട്ടണം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എന്തായാലും അവിടുത്തെ ഭരണാധികാരി ഈ മതമൗലികവാദികളെ സൂപ്പിക്കാനാണോ അല്ലയോ എന്നറിയത്തില്ല, ചൈനയിലേക്കാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ബംഗ്ലാദേശിന് പാഠമാകേണ്ടത് പാകിസ്ഥാനാണ്. അവരെങ്ങനെയാണ് ചൈനയുടെ ട്രാപ്പിൽ പെട്ടതെന്നും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്കൊരു പാഠമാകും എന്ന് കരുതുന്നു. പക്ഷെ ഏതായാലും ഇതിപ്പം അമേരിക്ക മാത്രമല്ല, കോഡ് സഖ്യവും കൈയും കെട്ടി നോക്കിയിരിക്കില്ല. കാരണം അവരും ഇതിന്റെ ഉള്ളൊരു മറുനീക്കം നടത്താൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ ബംഗാൾ ഉൾക്കടലിലടക്കം അവരുടെ സ്വാധീനം കുറച്ചുകൂടി ശക്തമാക്കാൻ, കാരണം നിലവിൽ അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രവും ഉൾപ്പെടെ അതിലൊരു സ്വാധീനം ശക്തമാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്.